ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ജീവിതത്തില് ഇത്രയധികം കഷ്ടപ്പാടുകളും പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കണം. ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്തോഷിക്കുന്ന ഈ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നണ ഉമ്മയ്ക്ക്? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ 8ാം മാസത്തിലാണ് ഞാൻ വയറ്റിലുള്ളത് ഉമ്മ അറിയണത്. ഞാൻ വേറെ ചോറൊക്കെ തിന്ന് കടന്നു. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് വെയ്യാറിഞ്ഞിട്ട് അതിന്റെ ഭർത്താവ് അതും കൂടി ഇങ്ങനെ ജില്ലാ ആശുപത്രിക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞു പ്രസവവേദന കുട്ടിക്ക് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞപ്പോഴാണോ മനസ്സിലായേ? അപ്പോഴാണ് എല്ലാവർക്കും അറിയണത് ഞാൻ വയറിലുള്ള കാര്യം. ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്. ഇവിടെ ഒന്ന് കിട്ടിയ അപ്പുറത്തെ പേരിൽ ആദ്യം എത്തും, പിന്നെ അയൽക്കൂട്ടത്തിലെത്തും, പിന്നെ എന്തിനാ രഹസ്യാക്കണ്? മരുമോളോട് പറയണ്ട, മരുമോള് നീ സുന്ദരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ പറയും. ഉമ്മയ്ക്ക് ഇങ്ങനെ എല്ലാരും ചോദിക്കും അന്റെ മരവും നല്ല രസമുണ്ടില്ലേ? ആ നല്ല രസം. മകൻ രസമല്ലാന്ന് പറയുന്നത് മക കാക്ക വിളിച്ച കൊക്കാവോ? ഞാൻ ആരോടത്തോളം ആരോടും മുണ്ടൂല. മുണ്ടിയ പിന്നെ പിടിച്ച ഒരു ഷോ ആണ് ഉമ്മാനെ കളയുന്നത്. രണ്ട് അവസാനം ഉമ്മാനെ ടീച്ചർ വിളിച്ചു. ഒന്നില്ലെങ്കിൽ മകനെ പഠിക്കാൻ വിട്ടോളൂ, അല്ലെങ്കിൽ പണിക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു ഞാൻ പണിക്ക് വിടാന്ന് ഉമ്മ. അല്ല ഞാൻ പണിക്ക് പോയില്ലെങ്കിൽ ഇവിടെ അടുപ്പിലെ കഞ്ഞി വേവൂല. ഒരിക്കലും ഈ ഒരു ലെവലിൽ എത്തുന്നു ഒരാൾ പോലും. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോ ഞാൻ അവരെ നോക്കല. എന്ത് യോഗ്യത നമുക്കുള്ളത്. ഞാൻ വിചാരിക്കാത്ത, സത്യം പറഞ്ഞാൽ ഞാനും സ്വപ്നം കാണാത്ത റവന്യൂ അടക്കം എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കലുണ്ട്. ഇതുകൊണ്ട് എന്താ ചെയ്യാന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ജനിക്കാൻ പോകുന്ന കുട്ടി എന്റെ പോലെ ആവരുത് എന്നുള്ള ഒരാഗ്രഹം. കാരണം എന്റെ കുട്ടി അഞ്ചേ പോലെ ഉമ്മയോട് ചോദിക്കട്ടെ, ലൈഫില് ഇത്ര അധികം സഫറിങ്ങും കാര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടാണ് ഇപ്പൊ ലൈഫ് പറയണ്ടത്. ഇംഗ്ലീഷ് അറിയില്ല. ജീവിതത്തില് ഇത്ര അധികം കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ കുറേ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് ഉമ്മയായാലും നൗഫലായാലും എല്ലാവരും ഇവിടെ വന്നിരിക്കണേ. അപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്തോഷിക്കുന്ന ഈ ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോ എന്താ തോന്നണ ഉമ്മയ്ക്ക്? തിരിഞ്ഞു നോക്കുമ്പോ അങ്ങോട്ട് നോക്കണ്ട, ആലോചിച്ചാ മതി. ഉമ്മ സത്യം പറഞ്ഞ ഇവളും ഞാനും എത്ര വയസ്സ് മാറ്റണ്ട് ഉമ്മ? ഒരു വയസ്സില്ല. ഞാൻ വയറിലുള്ളത് നിങ്ങൾക്ക് അറിയോ? അതായത് ഞാൻ വയറ്റിലുള്ളത് ഉമ്മക്ക് അറിയില്ലായിരുന്നു. അതായത് 8ാം മാസത്തിലാണ് ഞാൻ വയറ്റിലുള്ളത് ഉമ്മ അറിയണത്. അല്ലേ? വയറൊന്നും വന്നില്ല. ഇല്ല, അതായത് വയറ് പോയിരുന്നില്ല. പ്രശ്നല്ലേ? അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ വളരെയുള്ള കാര്യം. അങ്ങനെ കുടം വെച്ച് നടന്നു പോകുമ്പോഴാണ് എന്റെ പ്രസവം ഉണ്ടായിക്കണേ. 8ാം മാസത്തിൽ പറ്റിക്കണ എന്നെ. 8ാം മാസത്തിലൊന്നല്ല, 9 വീട്ടിലേക്ക് വരണം വിചാരിച്ച് നിൽക്കായിരുന്നു. അപ്പൊ 9 പറക്കണതും പ്രസവിച്ചാണ്. അത് സുഖപ്രസവാണ്. നമ്മള് ജില്ലാ ആശുപത്രി. ഇവളുടെ ചക്കരടി ഓപ്പറേഷൻ, ഞാൻ മാത്രം നെയ്സിന് പോകുന്നു. സുഖമായിട്ട് വന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചെവി ഇതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ അതിനുശേഷം ഇവൾക്ക് പാല് കിട്ടിയിട്ടില്ല. 5ാം ക്ലാസ് വരെ ഞാൻ പാല് കുടിച്ചിട്ടുണ്ട്. 5 അല്ല 6 വയസ്സ് വരെ. അതാണ് അതിനെ നോക്കൂ, ഈ കുട്ടീനെ നോക്കൂ, എന്താ അവസ്ഥയാണല്ലേ. ഇവൾക്ക് കുപ്പിപ്പാലും അവനിക്ക് 6 വയസ്സ് വരെ പാല് കിട്ടിക്കുന്നു. അതെന്ത് പറ്റി? പിന്നെ അതിന് താഴെ ചക്കര ഉണ്ടായിട്ടില്ലല്ലോ. ചക്കര കുറച്ച് വൈകി. ചക്കര എനിക്ക് 8 വയസ്സായിട്ടാണ് ചക്കര ഉണ്ടായത്. ചക്കര കറക്റ്റ് പ്ലാനിങ് ആയിരുന്നു. ഇത് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഇവിടെ കിട്ടൂലെന്ന് പറഞ്ഞാണ് ഡോക്ടർ. ഡോക്ടർ പറഞ്ഞു പൽസ്. അപ്പൊ എന്റെ ഇവരെ വല്യമ്മണ്ടായിരുന്നു അവിടെ പാലക്കാട്. എന്റെ അവരെ പങ്കാളിയിട്ട് കടന്നിരുന്നു. അപ്പൊ ഞങ്ങള് വേറെ ആയിരുന്നു ഒലവക്കോട്. അവിടുന്ന് ഇങ്ങനെ കുടംവെള്ളം എടുത്ത പ്രസവവേദന. എനിക്ക് പ്രസവവേദന അറിയില്ല, ഇവൾക്ക് ഇല്ലല്ലോ, ഉണ്ടായിട്ടില്ലല്ലോ പ്രസവവേദന. ഞാൻ വേഗം ചോറൊക്കെ തിന്ന് കടന്നു. എന്താന്നാവുന്ന ഉറങ്ങിയാൽ മാറിച്ചിട്ട്. അപ്പൊ അധികമാകെ ചെയ്തത്. അപ്പൊ അപ്പുറത്തുനിന്നൊരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീനെ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് വെയ്യാറിഞ്ഞിട്ട് അതിന്റെ ഭർത്താവ് അതും കൂടി ഇങ്ങനെ ജില്ലാ ആശുപത്രിക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞു പ്രസവവേദന കുട്ടിക്ക് പറഞ്ഞു. അപ്പോഴാണ് എല്ലാവർക്കും അറിയണത് ഞാൻ വയറിലുള്ള കാര്യം. അതില് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വയസ്സായിട്ടില്ലല്ലോ ഇവൾക്ക്. ആ ഡിസംബറും ഈ ഡിസംബറിൽ ഒരേ ഡിസംബറിലാണ് ഇവള് പ്രസവിച്ചിരിക്കുന്നത്. ഇവള് ഡിസംബർ 23, ഡിസംബർ 18. ഒരേ കൊല്ലം അപ്പുറം അപ്പുറം. ഡിസംബർ 23, 18 റെഡി. അപ്പൊ എന്റെ ആധാർ കാർഡ് തെറ്റാ. പഠിച്ചോന്ന് ഇത് ഇനി മാറ്റാ, തിരുവനന്തപുരത്തേക്ക് പോകണം.
ഇവള് പറ്റിട്ടാ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 18 എങ്ങനെ വരിക? പിറ്റത്തെ അതല്ലേ പിറ്റത്തെ ദിവസമാണേ, പിറ്റത്തെ വർഷം. അല്ലാതെ അന്ന് തന്നെയല്ലേ. അന്നല്ലേ അന്ന് തന്നെ അത് നന്നായിട്ടത്. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പൊ കൊറേ കാര്യങ്ങൾ ഇപ്പൊ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണ കാണുമ്പോ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷാ. ലൈക്ക് നമുക്ക് മുന്നത്തെ സ്റ്റോറിയും കഥകളും ഇതെല്ലാം നമുക്ക് അറിയാം. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാം. അപ്പൊ എന്താ ഇത്രയധികം ആ ഒരു എനർജി ഹാപ്പിനെസിനൊക്കെ ഒരു കാരണം? ഇപ്പൊ അൽഹംദുലില്ലാ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പിന്നെ അവര് പറഞ്ഞു താഴെ എടുക്കാൻ പറ്റില്ല, മേലെ എടുക്കാൻ പറ്റൂല പറഞ്ഞു. അപ്പൊ എന്റെ അമ്മായിമ്മ എന്ത് പറഞ്ഞറിയോ, പലിശ മുതല് കിട്ടിയാലും അല്ല പലിശ പോയ അങ്ങനെ എന്തോ പറഞ്ഞു. മുതല് കിട്ടണം, പലിശ പോണം പറഞ്ഞു. ഇപ്പം പോണം, പിന്നെ കിട്ടണം പറഞ്ഞു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് ആർമിക്കാരനാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആർമിയിൽ എല്ലാം കിട്ടി. അതായത് ഫിസിക്കലും എല്ലാം ഓടി എല്ലാം. ഞാൻ ഇവിടുന്ന് അക്കുഡേറ്റ് പാലാണ്, ഇവിടുന്ന് 300 മീറ്ററാണ് ആ പാലം അങ്ങോട്ട്. അങ്ങനെ അത് ഓടി റൺ ചെയ്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ മെഡിക്കലിൽ പോയപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തായിരുന്നു. അങ്ങനെ ആ മെഡിക്കലിൽ അവർ പറഞ്ഞു വിളിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ വിളിയൊന്നും ഉണ്ടായില്ല. പിന്നെ ആ ആഗ്രഹം അങ്ങനെ പോയപ്പോഴാണ് ടിക്ടോക്ക് വന്നത്. ചിലപ്പോൾ അത് അതിന് വീണ്ടും ആഗ്രഹത്തിലേക്ക് ഇല്ല. ഇപ്പൊ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇപ്പൊ ആഗ്രഹമില്ല. സത്യം ഇപ്പോൾ ഒരു കുടുംബം അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോവുക ആ ഒരു ആഗ്രഹമുള്ളത്. ഞാൻ ഈ സത്യം പറഞ്ഞ എടുക്കാത്ത ജോലികളൊന്നുമില്ല. എന്തൊക്കെ ജോലി എടുത്തിട്ട് ഉമ്മക്ക് കറക്റ്റായിട്ട് അറിയൂ. അവൻ 8ാം ക്ലാസ് തൊട്ട് പണിക്ക് പോക്കാണ്. ചായക്കടയിൽ പോയിക്കണു, അറബി കോഴിക്കടയിൽ പോയിക്കണു, ഉണക്കമീൻ കടയിൽ പോയിക്കണു. പിന്നെ ലാസ്റ്റ് വെൽഡീനയിലും പോയി. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് കെട്ടുപണിക്ക് തേപ്പ്. കെട്ടുപണി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കലല്ല, പടവിന്റെ പണി. അതെന്റെ പടവില് കെട്ടുപണി പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയട്ടോ. അതെ, പാലക്കാടൻ ഭാഷയിൽ കെട്ടുപണി എന്ന് പറയും. ഇവിടെ കെട്ടുപണി, മലപ്പുറം ഭാഷയിൽ കെട്ടുപണി എന്ന് പറഞ്ഞാൽ ചെക്കൻ വെറും കെട്ടി നടക്കുന്ന പറയും. ഓക്കെ, ഇപ്പം നൗഫല് ഇത്രയും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് നൗഫൽ ഒരു കല്യാണം കഴിക്കുന്നു. അപ്പോ ഇനി നൗഫലിനെ പറ്റി ഞാൻ ചോദിക്കണം. നൗഫലിനെ പറ്റി നല്ലത് പറഞ്ഞിട്ടത് നൗഫലിനെ നല്ലത് എന്നുള്ളൊരു ടൈറ്റിൽ ഇടേണ്ടി വരും. ഉയർത്തിയൊക്കെ വെക്കുന്നില്ല. അവയ്ക്ക് ഉമ്മയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ സിനുവിന്റെ എങ്ങനെയുണ്ട് മരുമകൾ? കുഴപ്പമില്ല, അതിനെ കാണാൻ കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ അടിപൊളിയെന്ന് പറയണ്ടേ? കുഴപ്പം അടിപൊളിയൊക്കെ ഒന്നെ. എന്താ മരുമകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം? ഇഷ്ടപ്പെട്ട സ്വഭാവം പറഞ്ഞ എന്താണ്, എനിക്ക് ഒന്നും അറിയില്ല. അതായത് സ്വഭാവം എന്താന്ന് അറിയില്ല എനിക്ക്. സ്വഭാവം പറഞ്ഞ എന്താണ് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം? ഇന്ന നേരെ നോക്കണ്ടെന്ന് പറഞ്ഞോ? ഈശ്വര, ഇത് പരസ്പരം ഒന്നും പറയല്ലോ. ഇഷ്ടപ്പെട്ട ഒരു സിനുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്താ? ചക്കര ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കണ ആള് നിങ്ങളല്ലേ ഇരിക്കണത്. എന്താണ് സിനുവോ? എന്താണ് സിനുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവം? സിനുവിനെ പറയുന്നതിലൊരു സ്വഭാവം ഞാനേ ഇത് പറഞ്ഞോ? ഇവള് കാരണം ഞാൻ നേരത്തെ വീടാണെന്ന് പറഞ്ഞോ? അതാ ശരിയാണ്. നേരത്തിന് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആര്? ഇത് ആരുടെ സ്വഭാവത്തെ പറ്റി ചോദിച്ചത് ഞാന്? സിനുവിന്റെ അല്ലേ? സിനു വന്നോടത്ത് നിങ്ങടെ നേരത്തിന് വരുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. സിനു ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതോ പറയുള്ളൂ അല്ലേ? ശരി, ഉമ്മയുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താ സിനു? ഉമ്മ ചാടി കളിച്ചു. എന്റെ ഉമ്മാനെ പോലെയാണ്. സെയിം സ്വഭാവമാണ്, ചാടി കളിക്കൂല്ലേ? അങ്ങനെയല്ല, ഞാൻ എന്റെ ഉമ്മാനെ പോലെയാണ്. സ്വന്തം ഉമ്മാനെ പോലെ തന്നെയാണ്. പിന്നെ ചോദിക്കട്ടെ, അമ്മായിമ്മ മരുമകൾ പോര് തല്ല് അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല? ഞാൻ ഇവിടെ ഉണ്ടാക്കലില്ല. ഞാൻ ഉണ്ടാക്കലില്ല. അതെന്താ? എനിക്ക് മുന്നോടിയായിട്ട് അറിയുന്ന കാര്യമല്ല, ഞാൻ ചെയ്യലില്ല. ഞാൻ ഇവള് പറഞ്ഞ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾ ഇതൊന്നും കേൾക്കാതിരുന്ന ഒരു പോരും ഉണ്ടാവൂല. അതെ അതെ. അതായത് ഇവിടെ ഒന്ന് അതങ്ങനെ ചെയ്തു, ഉമ്മ ഒന്ന് ഓളങ്ങനെ, ഇതൊന്നും നമ്മള് സില്ലായിട്ട് പറയാറുണ്ട്. ഇല്ല, അവരങ്ങനത്തെ ആൾക്കാരല്ല. അപ്പൊ അതാണ്, അങ്ങനത്തെ ആൾക്കാരല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സമാധാനം ഉള്ളത്. ലൈഫിൽ സമാധാനം നമ്മളെപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ നിന്ന് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും. അതായത് പുറത്തിറങ്ങിയാൽ നമ്മളെ മൈൻഡ് ഫ്രീ ആവും. നമുക്ക് വീട്ടിൽ നിന്ന് സമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഔട്ട് ആവില്ലേ? അതെ. ഉമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുള്ളത്? ഒന്നും പറയില്ല. ഉമ്മ എന്തേലും ഒന്ന് സംസാരിക്കേ. ഉമ്മ പറയും, എന്തേലും പറഞ്ഞോ? എന്താ പറയുന്നത്? നിങ്ങള് അതായത് മകളുടെ കെട്ടിച്ച കാര്യം ഞാൻ ചോദിച്ചോളൂ. നിങ്ങൾ ചോദിച്ചാലേ പറയുള്ളൂ. അല്ലാതെ അങ്ങനെ അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് ഇട്ടുകൊടുത്താലേ ഉമ്മ എന്തെങ്കിലും കിട്ടുള്ളൂ. അല്ലാതെ ഉമ്മ സ്വയം ഒന്നും പറയില്ല. ചക്കരയുടെ കല്യാണത്തിനെ പറ്റി? ചക്കരയുടെ കല്യാണം സൂപ്പറായി കഴിഞ്ഞു. രണ്ട് വാക്കുകൾ ഇങ്ങനെ വ്ളോഗില് അല്ല, ഇങ്ങനെ ചോദിച്ചോളി.
അതായത് മൂത്ത മകളെ കെട്ടിച്ചത് തമിഴ്നാട്, രണ്ടാമത്തെ മകളെ കൊല്ലം. ഇതൊക്കെ ആഗ്രഹിച്ച മൂന്ന് തലത്തിലാവും. അടുപ്പിന്റെ 4 കൂടി ഉണ്ടെങ്കിൽ വല്ല കാളിയറോടോ ട്രിവാൻഡ്രത്ത് പോയി. അതായത് ഇപ്പൊ ഉള്ളത് ഒന്ന് ചെന്നൈന്ന് ട്രെയിൻ ഇങ്ങോട്ട് വരും, തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ ഇങ്ങോട്ട് വരും. അപ്പൊ ഞാൻ രണ്ടാൾക്കും ഒരുപോലെ ഇറങ്ങാം, ഒരു കാർ കൊണ്ട് പോയാൽ മതി. അങ്ങോട്ടോ ഇങ്ങോട്ടോ. അല്ല അപ്പൊ ഇത് എന്താ പറയാ, ഈ കേരളം മൊത്തം ഒരു ബന്ധം സ്ഥാപിച്ചില്ലേ? അത് സ്ഥാപിച്ചു. 4 കുട്ടികളുടെ ഒന്ന് ഡൽഹിക്കും പോടായിരുന്നു. ഞാൻ ഹിന്ദിയും പഠിക്കാറുണ്ട്. ഉമ്മക്ക് ഇത് ഉമ്മയോടുള്ള കഠിനമായിട്ടുള്ള ചോദ്യമുണ്ട്, ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മരിമോളോട് പറയണമെന്ന് തോന്നിയിട്ടും പറയാണ്ടിരുന്ന ഒരു രഹസ്യം ഇപ്പോൾ പറയണം. അതിപ്പോ എന്താണ് രഹസ്യം രഹസ്യം? എനിക്കൊന്നുമില്ല. അത് ഉമ്മയുടെ മുഖം കണ്ടാൽ എനിക്ക് ഫീലുണ്ട്. ഞാൻ എന്റെ മരുവൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത. ഇവിടുത്തെ ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഇവിടെ ഒന്ന് കിട്ടിയ അപ്പുറത്തെ പേരിൽ ആദ്യം എത്തും, പിന്നെ അയൽക്കൂട്ടത്തിലെത്തും. പിന്നെ എന്തിനാ രഹസ്യമാക്കണേ? അപ്പൊ ഒരു രഹസ്യമില്ല. മരുമോളോട് പറയണ്ട, മരുമോള് നീ സുന്ദരിയാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഞാൻ പറയും. അപ്പൊ നമുക്ക് കണ്ടാറില്ല സുന്ദരിയാണ്. ഇടയ്ക്ക് ഇങ്ങനെ പറയണ സുന്ദരി മോളാന്ന് ആണ് പറയുന്നോട്ടെ. അപ്പൊ പറയുന്ന സുന്ദരി ആണൊക്കെ കിട്ടല. സമാധാനായില്ലേ? അത് ഒരാൾ പറയിപ്പിച്ചിട്ടല്ല പറയാൻ, സ്വയം പറയണം. അപ്പൊ ഇത് പറയിപ്പിച്ചതാ? ആ അപ്പൊ സുന്ദരം തോന്നിയിട്ടില്ലേ? ഓ, എനിക്ക് തോന്നിക്കോളും. ആ അപ്പൊ അത് പറയാതെ വെച്ചൊരു രഹസ്യമാണ് കേട്ടോ. അതെ. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉമ്മക്ക് ഇങ്ങനെ എല്ലാരും ചോദിക്കും എന്റെ മരവും നല്ല രസമുണ്ടില്ലേ? ആ നല്ല രസം. മകൻ രസമില്ലാന്ന് പറയുന്നത് മക കാക്ക കുളിച്ച കൊക്കാവോ? ഇത് നിർത്തിക്കാളി പോവാ നമുക്ക്. ഇതിലും അല്ല, ഇത് എവിടെ ഇത്ര നല്ല തമാശകളൊക്കെ പറയാൻ പഠിച്ചത്? ഞാൻ ആവിടത്തോളം ആരോടും മുണ്ടൂല, മുണ്ടിയ പിന്നെ പിടിച്ചാ. ബിഗ് ബോസിൽ കയറ്റാൻ പറ്റുമോ? എന്നാ കപ്പ് ഇത്രയും വയസ്സായ ആളെ കയറ്റാൻ പറ്റില്ലെങ്കിൽ ഉമ്മേനൊക്കെ ഞാൻ നാളിപ്പോളോട് പറഞ്ഞ കണ്ടപ്പോഴേ നമുക്ക് ഇതിലൊന്ന് കേറിയ. അത് കുഞ്ഞേമ്മേന്റെ കടയല്ല, അത് ബിഗ് ബോസ് ആണ്. അത് ഇടയ്ക്ക് പോയ. അല്ല, എന്ത് ബിഗ് ബോസിൽ പോകാൻ ഇഷ്ടാണോ? ഇല്ല. ആണോ? ഇപ്പൊ ഉമ്മക്ക് കോള് വന്ന ഉമ്മ പോവോ? ഇല്ല, ഞാൻ പോയില്ല. എന്താ? ഗ്രൂപ്പിലാണെങ്കിൽ കഴിക്കും. എന്തിന്? ഉമ്മ പോണം. ഒരു 90 ദിവസം അവിടെ നിൽക്കാൻ. ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോലില്ല, ഒരു മിനിറ്റ് പോലും പറ്റൂല. ഫോണില്ലാണ്ട് പറ്റൂല. പക്ഷെ ഉമ്മക്ക് കുഴപ്പമില്ലല്ലോ. ഉമ്മ ബിഗ് ബോസിനകത്ത് പോയി ഉമ്മ എങ്ങനെയായിരിക്കും? അതോടൊക്കെ ആ ഷോ പൂട്ടും. പിന്നെ സീസൺ 7 ഉണ്ടാവൂല. നിക്കോ ഉമ്മ പക്ഷെ ചീത്തയൊക്കെ പറയും അവിടെ ചെന്ന്. അത് പറയും. ചീത്ത സത്യം പറഞ്ഞ വീഡിയോ കുറെ എഡിറ്റ് ചെയ്യല, കാരണം ഉമ്മക്ക് അറിയില്ല ഇത് വീഡിയോ എടുക്കണെന്നുള്ളത്. കൊറേയൊക്കെ കട്ട് ചെയ്ത് കാണാനല്ലേ. എന്റെ ഉമ്മ, നിങ്ങളാണ് ഇവിടുത്തെ എനർജി ആക്ച്വലി. അത് മകളുടെ കാര്യം പറഞ്ഞപ്പോ കരയും. ഓക്കെ, നമുക്ക് ചക്കരേനെ പറ്റി സംസാരിക്കാം. ചക്കരയുടെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വീണ്ടും ചക്കരേനെ പറ്റി എന്താ പറയാനുള്ളത്? ചക്കര പറ്റി ഒന്നും പറയല്ല. ചക്കര കയ്യിൽ നിന്ന് വിട്ടുപോയി. അവിടുത്തെ കുട്ടിയായി. അടുത്ത കുട്ടിയായി. ആ ഇപ്പൊ അവിടുത്തെ കുട്ടിയായില്ലേ? അപ്പൊ എന്താ തോന്നണ? വിഷമുണ്ടോ? പിന്നെന്താ? ചക്കരയുടെ ഇഷ്ടം നമ്മളെ പെൺകുട്ടികളെ പ്രസവിച്ച ആരാനിക്കാണ്. ആൺകുട്ടികളെ പറ്റ നമ്മക്കാണ്. കണ്ണൂര് ഭാഗത്ത് അങ്ങനെ അല്ലല്ലോ. കണ്ണൂർ അത് ഓരോ രാജ്യത്തേക്കല്ലേ. രാജ്യോ ജില്ല. ഒരു ഷോ ആണ്, മാന കളയില്ലേ. ഇതൊക്കെ വീഡിയോ ഇതൊക്കെ ഇടണമെന്നാ? നിർബന്ധമായിട്ട് ഇടണമെന്നാണോ? അങ്ങനെ നമ്മുടെ കുറവുകളൊന്നും ആരും അറിയണ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് വേണമെങ്കിൽ പറയുന്നത് ഇടുക. എന്ത് പറയാ. ഇത് എന്തായാലും അമ്മായിമ്മ പോരുണ്ടായിട്ടില്ല എന്നാണ്, അമ്മായിമ്മ മരുമോൾ പോരുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ ഉണ്ടാക്കട്ടെ മക്കളെ. ഇതുവരെ ഒരു കൊല്ലോ 3 മാസമായി ഇത്ര ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കണമെന്നുണ്ടേന്നോ? ഇല്ല, അത് ഇന്നുണ്ടല്ലോ, വർഷങ്ങളുണ്ടല്ലോ അല്ലേ? എന്താ നമ്മൾ അതിനൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അമ്മായിമ്മ പോലെ ഏറ്റിട്ടുണ്ടോ? ഇഷ്ടമാതിരി ഇനിയിപ്പോ പറയണ്ടത്. അമ്മായിമ്മ പോരും ഇട്ടുണ്ടോ? എല്ലാ പോരും ഏറ്റിട്ട് ഇവിടെ എത്തി. നമ്മളൊരു പോരാളിയാണ്. അതെ, നമ്മളൊരു പോരാളിയാണ്. അതിലൊക്കെ ജയിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, അതാണ് ഈ സന്തോഷത്തിന്റെ രഹസ്യം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, മരുമകള് ഉണ്ടാക്കിയ ഫുഡ് ഇഷ്ടമല്ലാണ്ടും കഴിച്ചിട്ടുണ്ടോ?
മരുവോള് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും അത് രസം, നല്ല രസം. ഞാൻ അതല്ലല്ലോ ചോദിച്ചത്, ഈ ഫുഡ് ഇഷ്ടമല്ലാണ്ട് കഴിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചേ. ഇല്ല, കഴിച്ചിട്ടില്ല. എന്താ കളയോ? ഉണ്ടാക്കൂല. ഫുഡ് ഉണ്ടാക്കൂലെന്നോ? അവൾക്ക് എന്താ വെച്ചാ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. ആ, എന്റെ ചക്കരക്കൊന്നും അറിയില്ല. ചക്കരയുടെ കാര്യത്തില് അല്ല പറയാ, പെണ്ണുങ്ങളെ സ്വതവേ പറയാ. അതേമാതിരി പഠിച്ചു വരുന്നുള്ളൂ. എന്താ നന്നായി കുക്ക് ഉണ്ടാക്കിയ നല്ല രസമാണ്. ആണോ? ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയ അടിപൊളിയാണ്. അടിപൊളിയാണ്. പക്ഷെ ഇതേപോലെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്? പോയിട്ടില്ല. ഇവിടുന്ന് അങ്ങനെ ആയിട്ടില്ല. അതൊന്ന് നൗഫലിന്റെ മുഖത്തൊരു മ്ലാനത. അല്ല, ഞാൻ കഴിക്കലില്ല. അല്ല, നൗഫല് കുക്ക് ചെയ്യോ? ആ, പപ്പടം പൊരിക്കും, ഓംലെറ്റ് അടിക്കും. ചായക്കടയിലൊക്കെ നിന്നല്ലേ, ചായ അടിക്കും, ആ, മുട്ട പൊരിക്കും, ഒക്കെ ഉണ്ടാക്കും. നൗഫൽ ഉണ്ടാക്കുന്ന എന്താണ് ഇഷ്ടം? ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് മോശമായി നൗഫൽ. ഇന്ന് മുതൽ ഉണ്ടാക്കി കൊടുക്കുക, അതന്നെ തിന്നാൻ പാടുള്ളൂ, വേറെ ഒന്നുമില്ല. പപ്പടെങ്കിലും പൊരിച്ചു കൊടുക്കണമായിരുന്നു. പൊരിക്കും, പൊരിക്കും. ഓക്കെ, അപ്പൊ ഇനി എനിക്ക് പിന്നെ മെസ്സേജ് ഇടണം, പപ്പടം പൊരിച്ചു തന്നൂല്ലേ ഞാൻ ചോദിക്കുക. ആക്ച്വലി ഈ പ്രേമിലേക്ക് ഒന്ന് നോക്കണം. ഒക്കെ നോക്കണേ, മൂന്ന് പെൺപിള്ളേരുടെ ഇടയിൽ അല്ല, ഞാൻ ഈ സത്യം പറഞ്ഞ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇന്റെ പല ആഗ്രഹങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് എന്നാൽ അതിൽക്കൂടെ ചെയ്യലുണ്ട്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതും. കാരണം ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലമെങ്കിലും ഇവർ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ലെവലിൽ എത്തുന്നു ഒരാൾ പോലും. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാൾ സെൽഫി എടുക്കാൻ വരുമ്പോൾ ഞാൻ അവരെ നോക്കല, എന്ത് യോഗ്യത നമുക്കുള്ളത്. കാരണം പ്ലസ് ടു, അത് പറയുന്നവർക്ക് ഇഷ്ടമല്ല, പ്ലസ് ടു ഫെയിലാണ്, എനിക്ക് പ്രശ്നമല്ല. പൃഥ്വിരാജ് അടക്കം പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയല്ല, അല്ല, പ്ലസ് ടു പഠിക്കാതെ പ്ലസ് ടു പഠിച്ചായിരുന്നു. പക്ഷെ ഞാൻ അതിൽ എത്ര ദിവസം സ്കൂളിൽ പോയിമാ, 2 ദിവസം സ്കൂളിൽ പോകുള്ളൂ ഒരാഴ്ചയിൽ. തോക്കും. ആ, പിന്നെ തോക്കൂലേ? തോറ്റിട്ടൊന്നുമില്ല. 3 നല്ല മാർക്ക് ഉണ്ട്. 3 മാർക്ക് ഉണ്ട്. 3 മാർക്ക് കാരണം തോറ്റു. അല്ല, 2 വിഷയം അവസാനം ഉമ്മാനെ ടീച്ചർ വിളിച്ചു, ഒന്നില്ലെങ്കിൽ മകനെ പഠിക്കാൻ വിട്ടോളൂ, അല്ലെങ്കിൽ പണിക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, ആ ഞാൻ പണിക്ക് വിടാന്ന് പറഞ്ഞു. അല്ല, ഞാൻ പണിക്ക് പോയില്ലെങ്കിൽ ഇവിടെ അടുപ്പിലെ കഞ്ഞി വേവൂല. അപ്പൊ പിന്നെ അത് അങ്ങനെ പഠിത്തം പോയതാ. അതുകൊണ്ട് ഇപ്പൊ പഠിച്ചില്ലാച്ചിട്ട് സത്യം പറഞ്ഞു ഞാൻ വിചാരിക്കാത്ത, സത്യം പറഞ്ഞാൽ ഞാനും സ്വപ്നം കാണാത്ത റവന്യൂ അടക്കം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും കൂലിപ്പണി നമ്മൾ കുറ്റം പറഞ്ഞു, ഇന്നെ ഇതുവരെ എത്തിച്ച കൂലിപ്പണിയാണ്. കൂലിപ്പണിന്ന് നമ്മൾ ഒരു മാസം ചിലപ്പോൾ 10 ദിവസം ലീവാകും, ചിലപ്പോൾ പണി ഉണ്ടാവില്ല, കല്ലിറങ്ങൂല, അല്ലെങ്കിൽ അസുഖങ്ങളാവും. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് പൈസ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിങ്ങനെ നോക്കലുണ്ട്, ഇതുകൊണ്ട് എന്താ ചെയ്യാന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ അത്യാവശ്യം റവന്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ആദ്യം സ്ഥലം വാങ്ങി, വീട് വെക്കേണ്ട കാര്യങ്ങൾ നോക്കി. ജനിക്കാൻ പോകുന്ന കുട്ടി എൻ്റെ പോലെ ആവരുത് എന്നുള്ള ഒരാഗ്രഹം. കാരണം എന്റെ കുട്ടി അന്റെ പോലെ പൊട്ടന്മാര് പറയും പോലെ പറയുന്നത്. അതല്ല, ഞാൻ അനുഭവിച്ച മാതിരി അനുഭവിക്കരുത്. അതാദ്യം പറയണേ. അയ്യോ, കിട്ടണ്ട കിട്ടിയില്ലേ? അയ്യോ, കട്ടിയില്ലല്ലോ. അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മള് വരുന്ന കുട്ടി എല്ലാ സൗകര്യങ്ങളോടും ജീവിക്കണം എന്നുള്ള നമ്മൾ ഉദ്ദേശിച്ചല്ല കേട്ടോ. എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കണം. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ആദ്യത്തെ കാര്യങ്ങൾ അനുഭവിച്ചാണ്. ആ അനുഭവിക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വീട് കൂടിയിരുന്നിട്ട് കുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടക്കുകയാണെങ്കിൽ ഒക്കെ അടിപൊളിയാവും. നമ്മളെ വിളിക്കണം, പിന്നെ ഞാൻ വരും. ഓക്കെ, കുട്ടീനെയും കാണണം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എന്തെങ്കിലും പേര് മനസ്സിൽ വെച്ചിട്ടുണ്ടോ കൊച്ചിനിടാൻ വേണ്ടിട്ട്? ഞാൻ വിചാരിക്കുന്നത് അധികവും പെൺകുട്ടിയാണ്, ഇവള് ആൺകുട്ടി അല്ലേ? തിരിച്ചോ? ഞാൻ ആൺകുട്ടിയെ പറഞ്ഞേ, അത് മറന്നാ? ഉമ്മയ്ക്ക് ആര് വേണമെന്ന്? ഉമ്മ എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അതെന്ത് കുട്ടിയായാലും നല്ലൊരു ഈമാനോട് നല്ല എല്ലാരും പേടിച്ച് ഇന്റെ അതേ സ്വഭാവമുള്ള മകന്റെ അതേ സ്വഭാവമുള്ള കൊച്ചുമോൻ വേണമെന്നാണോ ആഗ്രഹം? അങ്ങനെ മോനും മോളൊന്നുമല്ല, എന്തെങ്കിലും ഒരു കുട്ടി. അങ്ങനെ എന്തേലും ഒരു കുട്ടി, എന്നാ അതാ പട്ടിക്കുട്ടി, അതാ പശുക്കുട്ടി, അതായിരിക്കണം അവിടെ, അത് മതിയോ? അതല്ല ഉമ്മ, അതായത് ഇപ്പൊ നമ്മുടെ നൗഫലിന്റെ അതേ സ്വഭാവം വേണം കുട്ടിക്ക്, അത് നല്ല സ്വഭാവം വേണം. നൗഫലിന്റെ കുറച്ച് എല്ലാവരും സത്യം പറഞ്ഞ ഇന്നിങ്ങനെ പൊക്കി വെക്കുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള എല്ലാ സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഞാൻ എത്ര അതില് ഞാൻ പറയാം, നൗഫലിനെ പോലെ സ്വഭാവം വേണോ അതോ നല്ലൊരു സ്വഭാവമുള്ള കുട്ടി വേണോ എന്നല്ലേ ഞാൻ ചോദിച്ചേ. കുറച്ച് മതി. എന്താ കുറച്ച് ദേഷ്യമുണ്ട് നൗഫലിന്.
അത് ഒഴിച്ച് ബാക്കിയൊക്കെ കിട്ടാ അല്ലേ? ഉമ്മക്ക് മൈൻഡിൽ എന്തെങ്കിലും പേരുണ്ടോ? ഇല്ല, എനിക്ക് പേരൊന്നുമില്ല. അത് തന്തി തള്ളി എന്താ ചട്ടോ. തന്തി തള്ളി. ആ പിന്നെ കുട്ടിയായ തന്തയില്ലേ. ആ പേര് പേര് ഇപ്പൊ പറഞ്ഞത് സബളിക്കയില്ലേ? അതെ, പറയൂല അല്ലേ? നീ പറയണ്ടോ? പക്ഷെ നമ്മളങ്ങനെ കണ്ടുവച്ചിട്ടൊന്നുമില്ല. ഞാന് പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അല നീയാന്നിടാന്. അല അല നീയ. അപ്പൊ നമുക്ക് അലമോളേന്ന് വിളിക്കാം. ഇവളെന്താ കണ്ടിക്കണേ? ആൺകുട്ടിയാണെങ്കില് എന്തേലും പറഞ്ഞോ? അല്ല, എന്റെ ആഗ്രഹം അതായിരുന്നു. പിന്നെ ഇവളെന്താ വെച്ചാ അർത്ഥം നോക്കിയിട്ട് ഇടാന്നുള്ള പ്ലാനിങ്ങിലാണ്. നമ്മളതിൽ അങ്ങനെ ഒരു ഇതുണ്ട്. പേരുണ്ട്. പിന്നെ വായിൽ കൊള്ളുന്ന പേരിടുള്ളൂ. ഉമ്മാക്കും കൂടി പറയാൻ കിട്ടണം, അല്ലെങ്കിൽ ഉമ്മ വേറെ പേരിടും കുട്ടിക്ക്. ഞാൻ ഈ പേര് വിളിച്ചോളാം. എന്റെ അമ്മ സത്യം പറയാലോ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാന് ഇത്രയും വൈബ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നമ്മളൊരു ഫാമിലിയുടെ അടുത്താണ് വരുന്നത്. അപ്പൊ ഓക്കെ, നല്ല കുട്ടിയുടെ അടങ്ങി ഒതുങ്ങി ഞാൻ ആദ്യം എടുത്തപ്പോ ഇവിടെ അലമ്പ്, ഉമ്മ കട്ടലമ്പ്. പക്ഷെ അടിപൊളിയായിരുന്നു. ഐ എം സോ ഹാപ്പി. അപ്പം ലൈഫിലെ മേജർ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. വീട് പണി തീരാറാവുന്നു, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞ് വരെയാണ്. അപ്പം അതിന് എല്ലാവിധ ആശംസകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയൊരു ടെൻഷനും ഒന്നും ഇല്ലാതെ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് നടക്കട്ടെ. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻ, ഓൾ ദി ബെസ്റ്റ്. ഉമ്മ പോട്ടെ. ശരി, ഓക്കെ. എന്നെ പറഞ്ഞുവിടാണോ? അല്ല, ചോറൊക്കെ നിന്നിട്ട് പോയാ. ഓക്കെ, താങ്ക് യു. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ.